ഇപ്പൊ IOC വിഭാഗത്തിൽ വിവരമുള്ള ഒരാള് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പരിചയപ്പെടുത്തിയത് നമ്മുടെ MO ജോണച്ചനാണ്. MO ജോണച്ചന്റെ പ്രസംഗമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടാണ്. ഇപ്പൊ MO ജോണച്ചന്റെ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, ഒരു തീട്ടൂരം. നമുക്ക് MO ജോണച്ചന്റെ കത്തെന്ന് അതിന് പറയുന്നത്. മലങ്കര സഭയും സ്വയം ശീർഷകത്വവും. പരിശുദ്ധ അന്ത്യോക്യ പാത്രിർക്കീസ് ബാവ അഭിമന്യ ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപ്പോലിത്തായെ കാതോലിക്ക സ്ഥാനത്തേക്ക് ഉയർത്തിയത്. അപ്പൊ കാതോലിക്ക ബ്രാക്കറ്റിൽ മഫ്രിയാന. അപ്പൊ ഇത് ഈ MO ജോണച്ചൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല അറിവും വിവരവും ഉള്ളതുകൊണ്ട് ഇത് രണ്ടും ഓരോ അർത്ഥമാണെന്ന് അറിയാം. കണ്ടോ, അതേ ബ്രാക്കറ്റ് ഇട്ടുണ്ടോ. മഫ്രിയാന സ്ഥാനത്തേക്ക് ഉയർത്തിയത് മലങ്കര സഭയെ വളരെ നിർണായകമായ ഒരു പ്രതിസന്ധിയിലേക്ക് നയിക്കും. കണ്ടോ, ദീർഘവീക്ഷണത്തോടെ അച്ഛൻ പറയുകയാണ് ഈ ഓർത്തഡോക്സ് വിഭാഗം വലിയ പ്രതിസന്ധിയിലോട്ട് പോവാന്നാണ് അച്ഛൻ ഇപ്പൊ എഴുതിയിരിക്കുന്നത്. മുൻപ് പൗലൂസ് മാർ പീലക്സിനോസ് മെത്രാപ്പോലിത്തായെയും ശ്രേഷ്ഠ തോമസ് പ്രഥമ ബാവയെയും കാതോലിക്കമാരായി വാഴിച്ചപ്പോൾ ഉണ്ടായ പ്രതിസന്ധികളെക്കാൾ വലുതായിരിക്കും ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. ഈ പറക്കന്തളിയ സിനിമയ്ക്കകത്ത് ഹരിശ്രേശവൻ പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച തോപ്പുംപടിയിലുണ്ടായ ബ്ലോക്കിനേക്കാളും വലിയ ട്രാഫിക് ബ്ലോക്കാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതില് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളൊക്കെ വലിയ വിഷയമാണ് മെത്രാപ്പോലിത്തായി ഇപ്പോൾ ഉണ്ടാകുന്നത്. അന്ന് നടന്ന വാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതര സഭാപ്രതിനിധികളും പ്രത്യേകിച്ച് കേരളത്തിലെ സീറോ മലങ്കര സഭയുടെ ക്ലീമീസ് കാതോലിക്കായും മാർത്തോമാ സഫ്രഗൻ മെത്രാപ്പോലിത്തായും ഒട്ടനവധി രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരും കത്തോലിക്ക സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ സംബന്ധിച്ചത് മൂലം ആഗോള സഭാതലത്തിൽ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭാതലത്തിൽ പ്രത്യേക മാനം ഈ വാഴ്ചയ്ക്ക് കൈവരും. കണ്ടോ, ദീർഘവീക്ഷണമുള്ള, ലോകപരിചയമുള്ള, വിദ്യാഭ്യാസമുള്ള, സുബോധമുള്ള, വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു തലച്ചോർ സ്വന്തമായുള്ള ഫാദർ MO ജോൺ അച്ഛൻ പറയുകയാണ് ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തെ നയിക്കുമെന്ന്. അത് തന്നെയല്ല, ആഗോള തലത്തിൽ തന്നെ ഈ വാഴ്ചയ്ക്ക് ഒരു പ്രത്യേക മാനം കൈവരും എന്ന്. അത് ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളുടെ കൂട്ടായ്മയിൽ മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന് ഒരു സ്ഥാനമുണ്ട്. ആ ചെയറിനെ ഇനി മുതൽ അലങ്കരിക്കുന്നത് ബെസേലിയോസ് ജോസഫ് ആയിരിക്കും. കാരണം ഇതാണ് കാനോനികമായി വാഴിക്കപ്പെട്ടിരിക്കുന്ന കാതോലിക്ക. അതാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ മലങ്കരയിലെ പൂർവിക സുറിയാനി ക്രിസ്ത്യാനികളെ ഓറിയന്റൽ ഓർത്തഡോക്സ് കൂട്ടായ്മയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ബെസേലിയസ് ജോസഫ് ആയിരിക്കും. കാരണം അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റൂ. ഇതാണ് MO ജോണച്ചൻ എന്ന് പറയുന്ന, ഇതാണ് നമുക്ക് MO ജോണച്ചനോടുള്ള സ്നേഹം. അദ്ദേഹത്തിന് ആ ദീർഘവീക്ഷണമുണ്ട്. ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം കാര്യം പറഞ്ഞു. ഓട്ടോസെഫാലസ് സഭ, മലങ്കര സഭ ഓട്ടോസെഫാലസ് സഭയാണെന്ന് നമ്മൾ പറയുന്നു. കണ്ടോ, MO ജോണച്ചൻ എത്ര കൃത്യം. എനിക്ക് ഈ മനുഷ്യനെ ഒന്ന് കണ്ട് എന്തുവാ പറയുന്നത് അറിയത്തില്ല, എനിക്കൊന്ന് തൊഴുതു നിൽക്കണമെന്നുണ്ട്. കാരണം ഇത്രയും കൃത്യമായി വാക്കുകളെ ഉപയോഗിക്കുന്ന അധികം പേരെ ഞാൻ കണ്ടിട്ടില്ല. വാക്കുകൾ കൃത്യമാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരമാണ്. ഈ പദപ്രയോഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുകയല്ല, അളന്നു തൂക്കി എന്നൊക്കെ പറയുന്ന പോലെ മലങ്കര സഭ ഓട്ടോസിഫാലസ് സഭയാണെന്ന് നമ്മൾ പറയുന്നു. അതിന്റെ അർത്ഥം എന്നാ? വേറെ ആരും പറയുന്നില്ല. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതാണ് കഴിവെന്ന് പറയുന്നത്. പറയാതെ പറയുക എന്ന് പറഞ്ഞ കലയിൽ MO ജോണച്ചൻ അദ്വിതീയനാണ്, അവാർഡിന് അർഹനാണ്. അദ്ദേഹം പറയുകയാണ്, മലങ്കര സഭ ഓട്ടോസിഫാലസ് സഭയാണെന്ന് നമ്മൾ പറയുന്നു. നമ്മളേ പറയുന്നുള്ളൂ, നമ്മൾ മാത്രമേ പറയുന്നുള്ളൂ. മറ്റൊരു രീതി പറഞ്ഞാൽ നമ്മൾ മാത്രം പറയുന്ന ഒരു അബദ്ധമാണത്. വേറെ ആരും പറയുന്നില്ല, വേറെ ആരും അംഗീകരിക്കുന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നു. എന്തൊരു മനുഷ്യനല്ലേ. എന്നാൽ അത് അങ്ങനെ അംഗീകരിക്കാൻ പാത്രിക്കീസ് ബാവ തയ്യാറല്ല. പാത്രിക്കീസ് ബാവയല്ല, ഇവിടുത്തെ മലങ്കര സഭയിലെ ബഹുഭൂരിപക്ഷം വിശ്വാസികളും തയ്യാറല്ല. ഗ്രീക്ക് ഓർത്തഡോക്സ് അഥവാ ബൈസന്റിയൻ ഓർത്തഡോക്സ് സഭ പാരമ്പര്യത്തിൽ ഉണ്ടായി വന്ന ഒരു വാക്കാണ് ഓട്ടോസിഫാലസ് അഥവാ സ്വയം ശീർഷകത്വം എന്നുള്ളത്. കണ്ടല്ലോ, അച്ഛൻ പറയാണ് ഇത് നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലുള്ളതല്ല ഈ ഓട്ടോസിഫാലസി. അത് എവിടെയുള്ളതാണ്?
അത് വേറൊരു വിഭാഗത്തിൽ, ബൈസാന്റിയൻ വിഭാഗത്തിൽ ഉണ്ടായ ഒരു പാരമ്പര്യമാണ്. അപ്പൊ ഓരോ കുടുംബത്തിനും അതാത് കുടുംബത്തിന്റെ പാരമ്പര്യമുണ്ട്. ചിലര് ഈ പെങ്ങടെ മകളെ കല്യാണം കഴിക്കുന്ന പാരമ്പര്യം തമിഴ്നാട്ടിലുണ്ട്. എന്ന് വെച്ചാൽ അത് നമ്മുടെ ഇടയിലില്ല. അപ്പം വേറെ ചില ആൾക്ക് സഹോദരിയുടെ മകളെയൊക്കെ കല്യാണം കഴിക്കുന്ന, അല്ല അപ്പന്റെ പെങ്ങടെ മകളെ കല്യാണം കഴിക്കുന്ന പാരമ്പര്യമുണ്ട്. അത് നമ്മുടെ ഇടയിലില്ല. അങ്ങനെ ഓരോ വർഗത്തിനും ഓരോ കുടുംബത്തിനും ഓരോ ട്രൈബിനും ഒക്കെ അവരുടേതായ ട്രഡീഷൻസ് ഉണ്ട്. ഇത് 8ാം നൂറ്റാണ്ടിൽ ബൈസന്റിയൻ പാരമ്പര്യത്തിൽ രൂപപ്പെട്ട ഒരു സംഭവമാണെന്ന് അച്ഛൻ പറയാണ്. ഇതൊരിക്കലും സുറിയാനി പാരമ്പര്യമല്ല. ഈ ഓട്ടോസിഫാലസി എന്ന പദം ഈ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് ആദ്യം കേരളത്തിൽ അവതരിപ്പിക്കുമ്പോൾ ആ വാക്ക് കേട്ട് ഈ കെ എം മാത്യു, മനോരമയുടെ പത്രാധിപരായിരുന്ന കെ എം മാത്യു ചോദിച്ചു, എന്താണ് ഇത്, സിഫിലസ് എന്ന് കേട്ടിട്ടുണ്ട്, ഇതെന്ത് സാധനമാണെന്ന് ചോദിച്ചെന്ന് അദ്ദേഹം തമാശ രൂപേണ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത്രമാത്രം അജ്ഞാതമായിരുന്ന ഒരു പദമാണ്. മലങ്കര സഭയില് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പൗലൂസ് മാർ ഗ്രിഗോറിയോസ് ആണ് ഇത് അവതരിപ്പിച്ചത്. അപ്പൊ അതേപ്പറ്റിയൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. തൊട്ട് താഴെ നമുക്ക് വായിക്കാം. 7ാം നൂറ്റാണ്ടിൽ എക്യുമെനിക്ക് പാത്രിക്കീസ് എന്നത് AD 692 ജസ്റ്റിനിയൻ 2ാം ചക്രവർത്തിയുടെ മേൽനോട്ടത്തിൽ കുസ്തന്തീനോപ്പോലിസിനടുത്ത് ട്രല്ല എന്ന സ്ഥലത്ത് നടന്ന ഒരു സുന്നോദോസിന്റെ കാനോൻ അനുസരിച്ചാണ് എക്യുമെനിക്കൽ പാത്രിക്കേറ്റ് രൂപം റോമൻ കത്തോലിക്ക, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളുടെ 6ാം സാർവത്രിക സുന്നോദോസ് എന്നറിയപ്പെടുന്ന AD 680 കൂടിയ കുസ്തന്തീനോപ്പോലിസ് സുന്നോദോസിന്റെ തുടർച്ചയായും ഈ സുന്നോദോസ് അറിയപ്പെടുന്ന ഓർത്തഡോക്സ് സഭാ ഭരണത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായി ഒട്ടനവധി കാനോനുകൾ, ക്യൂണിസെക്സ് സിനഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസ്തുത സുന്നോദോസിന്റെ തീരുമാനങ്ങളായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ എക്യുമെനിക്ക് പാത്രിക്കേറ്റ് രൂപപ്പെടുകയും പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിലുള്ള സഭകളെല്ലാം റോമാ പാപ്പയുടെ കീഴിൽ വന്നതുപോലെ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൽ അതുവരെ ഉണ്ടായിരുന്നതും പിന്നീട് ഉണ്ടായതുമായ എല്ലാ സഭകളും എക്യുമെനിക്ക് പാത്രിക്കേസിന്റെ കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഓർത്തഡോക്സ് സഭകളുടെ മുഴുവൻ തലവനായി കുസ്തന്തീനോപ്പോലിസിലെ പാത്രിയാർക്കീസ് വരികയും അദ്ദേഹം എക്യുമെനിക്കൽ പാത്രിക്കീസ് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് പ്രധാനമായും രാഷ്ട്രീയപരമായും പ്രാദേശികവുമായ കാരണങ്ങളാൽ ഈ സഭകളെല്ലാം സ്വാതന്ത്ര്യം ആഗ്രഹിക്കുകയും സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്തു. അവ ഓട്ടോസിഫാലസായി. അങ്ങനെ എക്യുമെനിക്കൽ പാത്രിക്കീസിന്റെ അധീശത്തിൽ നിന്ന് സ്വതന്ത്രമായ സഭകളെയാണ് പൊതുവെ ഓട്ടോസിഫാലസ് ചർച്ചസ് എന്ന് പറയുന്നത്. ആ വാക്കാണ് 1970-കൾ മുതൽ മലങ്കര സഭയിലും പ്രചാരത്തിൽ വന്നത്. അഭിമന്യ ദാനിയൽ മാർ പീലക്സിനോസ്, ഫിലിപ്പോസ് മാർ തെയോഫിലോസ്, പൗലൂസ് മാർ ഗ്രിഗോറിയോസ്, ഗീവറീസ് മാർ ഒസ്താത്തിയോസ്, BC ശാമുവേൽ എന്നിവരും മറ്റും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭാഭാരത്തിൽപ്പെട്ട ഓട്ടോസിഫാലസ് സഭകൾ ഒന്നിച്ച് എക്യുമെനിക്കൽ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും ആ വാക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും മലങ്കര സഭയിൽ പ്രചരിപ്പിക്കുകയും മലങ്കര സഭ ഓട്ടോസിഫാലസ് ആണെന്ന് സമർത്ഥിക്കുകയും ചെയ്തു. കണ്ടോ, ഇതിന്റെ നാൾ വഴി മുഴുവൻ അച്ഛൻ എഴുതിയിരിക്കുകയാണ് ഇതെങ്ങനെ വന്നെന്ന്. ഇത് ഇവന്മാരാണ് ഇത് ചെയ്തത് എന്ന് അച്ഛൻ പറയുകയാണ്. അല്ല, ഇതിനു മുമ്പ് സുറിയാനി പാരമ്പര്യത്തിലുള്ളതല്ല. അപ്പനോട് മത്സരിക്കുവാനും ഇപ്പൊ തന്നെ നമുക്കറിയാം ഓരോരോ ഫാഷനുകളെ ഈ നമ്മുടെ സമൂഹത്തിലും കടന്നു വരുന്നുണ്ട്. ഇപ്പൊ ആണിനെ കല്യാണം കഴിക്കുക, കല്യാണം കഴിക്കാതെ ജീവിക്കുക, മുടി ബോബ് ചെയ്യുക, വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുക, MDMA കുത്തിവെക്കുക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതുപോലെ ഈ 70-കളിൽ മലങ്കര സഭയിലേക്ക് കൊണ്ടുവന്ന ഒരു കുത്തിത്തിരിപ്പാണ് ഓട്ടോസിഫാലസ് എന്നാണ് അച്ഛൻ പറയുന്നത്. ഓരോ സഭകളും സ്വതന്ത്രമായപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. പലതും സ്വതന്ത്രമാകുന്നതിന് എക്യുമെനിക്കൽ പാത്രിക്കീസ് എതിർത്തിട്ടുമുണ്ട്. മിക്കവാറും സഭകൾ ഓട്ടോസിഫാലസ് ആകുവാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത് അതാത് സഭകളുടെ സുന്നോദോസുകളോ അസോസിയേഷനുകളോ കൂടിയാണ്. പിന്നീട് എക്യുമെനിക്കൽ പാത്രിക്കീസ് സഭ അംഗീകരിക്കുകയായിരുന്നു. 1-2 ഉദാഹരണങ്ങൾ പറയാം. റഷ്യൻ ഓർത്തഡോക്സ് സഭ ഓട്ടോസിഫാലസ് ആയി മാറി. അത് ബലമായിട്ട് എക്യുമെനിക്കൽ പാത്രിക്കീസിനെ കൊണ്ട് അംഗീകരിപ്പിച്ചു. രണ്ടാമത് റുമേനിയൻ സഭ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വായിക്കുക, ഒത്തിരി ദീർഘമായ എഴുത്താണ്. മൂന്നാമത് ജോർജിയൻ സഭ. ഇതിനു മുമ്പോ പിൻപോ ഒക്കെ മിക്കവാറും ഈ രീതിയിൽ തന്നെയാണ് മറ്റ് ഓർത്തഡോക്സ് സഭകൾ ഓട്ടോസിഫാലസ് ആകുന്നത്. സെർബിയ, മാസിഡോണിയ, ബൾഗേറിയ, സൈപ്രസ്, ഉക്രൈൻ തുടങ്ങിയ പ്രദേശങ്ങളിലെ ഓർത്തഡോക്സ് സഭകളാണ് പ്രധാനമായും അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത്. അവയ്ക്കെല്ലാം വിശദമായ ചരിത്രമുണ്ട്. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഒക്കെ വിവിധ വിഷയങ്ങളിൽ രാഷ്ട്രീയവും മതപരവുമായ വിവിധ കാരണങ്ങളാൽ ഈ സഭകൾ ആദ്യം തന്നെത്താൻ സ്വയം ശീർഷകത്വം പ്രാപിക്കുകയും പിന്നീട് എക്യുമെനിക്കൽ പാത്രിക്കീസുമാർ കാലാകാലങ്ങളിൽ എക്യുമെനിക്കൽ പാത്രിക്കീസുമാരുണ്ടോ, പാത്രിക്കീസല്ലേ ഉള്ളൂ, അവയുടെ ഓട്ടോസിഫാലസ് അംഗീകരിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെ കുസ്തന്തീനോപ്പോലിസിലെ പാത്രിക്കീസിന്റെ അധികാരത്തിൽ നിന്ന് സ്വതന്ത്രമായ 20ഓളം ഓർത്തഡോക്സ് സഭകളുണ്ട്. അതേസമയം സ്വതന്ത്രമാകാത്തതും സ്വാതന്ത്ര്യത്തിന് അംഗീകാരം ലഭിക്കാത്തതുമായ പല സഭകളും ഇപ്പോഴുമുണ്ട്. എത്യോപ്യയിലെ എറിത്രിയൻ സഭകൾ ഇതേ രീതിയിൽ തന്നെയാണ്. കോപ്റ്റിക് സഭയുടെ ഭരണത്തിൽ നിന്നും കോപ്റ്റിക് പാത്രിക്കീസിന്റെ അധികാരത്തിൽ നിന്നും 1959 എത്യോപ്യൻ സഭയും പാത്രിക്കീസിന്റെ അധികാരത്തിൽ നിന്നും 1994 എറിത്രിയൻ സഭയും ഓട്ടോസിഫാലസ് ആയത്.
4-ാം നൂറ്റാണ്ട് മുതൽ കോപ്റ്റിക് പാത്രിക്കീസുമാരായിരുന്ന എത്യോപ്യൻ സഭയ്ക്ക് മെത്രാന്മാരെ വാഴിച്ചുകൊണ്ടിരുന്നത്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ എത്യോപ്യൻ സഭ സ്വതന്ത്രമാകുവാൻ ആഗ്രഹിച്ചു. കോപ്റ്റിക് പാത്രിക്കീസ് അതിനെ എതിർത്തു. വർഷങ്ങൾ നീണ്ട ചർച്ചകളുടെയും രാഷ്ട്രീയ ഇടപെടലുകളുടെയും ഫലമായി 948 തമ്മിൽ ധാരണയിലെത്തിയെങ്കിലും കോപ്റ്റിക് പാത്രിക്കീസ് തന്നെ പിന്നെയും എത്യോപ്യയ്ക്ക് ബിഷപ്പുമാരെ വാഴിച്ചു. എന്നാൽ അത് അധികകാലം തുടരാൻ രാഷ്ട്രീയ കാരണങ്ങളാൽ സാധിച്ചില്ല. 1951 കോപ്റ്റിക് പാത്രിക്കീസ് ആദ്യമായി ഒരു എത്യോപ്യക്കാരനെ ബിഷപ്പായും പിന്നീട് 1959 അദ്ദേഹത്തെ പാത്രിക്കീസായും വാഴിച്ചു. അങ്ങനെയാണ് എത്യോപ്യൻ സഭ ഓട്ടോസിഫാലസ് ആകുന്നത്. എത്യോപ്യൻ സഭയുടെ ഭാഗമായിരുന്ന എറിത്രിയൻ സഭ രാഷ്ട്രീയ കാരണങ്ങളാൽ സ്വതന്ത്രമാകുവാൻ ആഗ്രഹിച്ചു. എത്യോപ്യൻ സഭ അതിനെ എതിർത്തു. എന്നാൽ കോപ്റ്റിക് പാത്രിക്കീസിന്റെ ശക്തമായ ഇടപെടലുണ്ടായി. 1994 എത്യോപ്യ സഭയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് കോപ്റ്റിക് പാത്രിക്കീസ് എറിത്രിയൻ സഭയ്ക്ക് ഒരു പാത്രിക്കീസിനെ വാഴിച്ചു. അന്ന് മുതൽ എറിത്രിയൻ സഭ സ്വതന്ത്രമായി നിൽക്കുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. അതായത് മുകളിൽ പറഞ്ഞ സഭകളെല്ലാം തന്നെ സ്വയമേവ തീരുമാനമെടുത്ത് സ്വയം ശീർഷകത്വം പ്രഖ്യാപിക്കുകയും അവരവരുടെ സഭാതലവന്മാരെ തെരഞ്ഞെടുത്ത് വാഴിക്കുകയും ചെയ്തപ്പോഴെല്ലാം അതാത് സഭകൾ ഒറ്റക്കെട്ടായി നിന്നാണ് ആ തീരുമാനമെടുത്തത്. റഷ്യൻ സഭയ്ക്കുള്ളിലോ സെർബിയൻ സഭയ്ക്കുള്ളിലോ എത്യോപ്യൻ സഭയ്ക്കുള്ളിലോ മലങ്കര സഭയ്ക്കുള്ളിൽ 1912 കാതോലിക്ക സ്ഥാപന വേളയിൽ ഉണ്ടായതുപോലെ ഇക്കാര്യത്തെ കുറിച്ച് ഭിന്നാഭിപ്രായമില്ലായിരുന്നു. മുകളിൽ പറഞ്ഞ സഭകൾ ഓരോ കാലഘട്ടത്തിലും ഓട്ടോസിഫാലസ് ആയതിന്റെ വെളിച്ചത്തിൽ മലങ്കര സഭയെക്കുറിച്ച് ചിന്തിക്കുന്നത് മലങ്കര സഭ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് പഠിക്കുന്നവർക്ക് പ്രയോജനകരമായേക്കും. എമ്മോ ജോണച്ചൻ പറയുന്നത് ഇപ്പൊ ഇവിടെ കണ്ടോ, 1940 മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ എത്യോപ്യൻ സഭ സ്വതന്ത്രമാകുവാൻ ആഗ്രഹിച്ചു. 48 ചർച്ച നടന്നു. 59 അദ്ദേഹത്തെ, അതായത് 59 ഇയേഴ്സ് എത്യോപ്യൻ സഭ കോപ്റ്റിക് സഭയിൽ നിന്ന് മാറാൻ 59 വർഷത്തെ ചർച്ചകളും സംവാദങ്ങളും കൂടിയാലോചനകളും വേണ്ടി വന്നു. 59 വർഷത്തെ. അവിടെ എത്യോപ്യൻ സഭ ഒറ്റക്കെട്ടായിട്ടാണ് ആഗ്രഹം പറഞ്ഞത്. പക്ഷെ ഇവിടെ മലങ്കര സഭയിൽ ഒരു കൂട്ടം ആളുകൾ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട പാത്രിക്കീസിനെ ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചു കടത്തിക്കൊണ്ട് നിരണം പള്ളിയിൽ വാഴ്ച എന്ന പ്രഹസനം നടത്തുകയായിരുന്നു. എന്റെ എമ്മോ ജോണച്ച, ഈ പറഞ്ഞ നാണംകെട്ട കർമ്മത്തെ ആ സഭകളൊക്കെ ചെയ്തതുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റുമോ? അവരൊക്കെ വളരെ ദീർഘനാളം ചർച്ച നടത്തുകയും ലെജിറ്റിമേറ്റ് വേയിൽ കോപ്റ്റിക് പാത്രിക്കീസാണ് എത്യോപ്യക്ക് പാത്രിക്കീസിനെ വാഴിച്ചു കൊടുക്കുന്നത്. കോപ്റ്റിക് പാത്രിക്കീസാണ് എറിത്രിയൻ സഭയ്ക്ക് പാത്രിക്കീസിനെ വാഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെയല്ല ഇവിടെ നടക്കുന്നത്. ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മലങ്കര സഭയും സ്വയം ശീർഷകത്വവും മലങ്കര സഭാ ചരിത്രത്തിലെ 2-3 കാര്യങ്ങൾ അത് സംബന്ധിച്ച് വ്യക്തമാക്കാം. ഒന്നാമത്, ഉദയംപേരൂർ സുനോദോസ് വരെയുള്ള മലങ്കര സഭയുടെ വിദേശബന്ധം പേർഷ്യൻ സഭയുമായിട്ടായിരുന്നു എന്ന് ഭൂരിപക്ഷം ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. അഭിപ്രായം മാത്രമാണ്, ഭൂരിപക്ഷം കൊണ്ട് ഒരു കാര്യത്തിൽ തീരുമാനമല്ല. രണ്ടാമത്, ഉദയംപേരൂർ സുനോദോസ് ഈ മലങ്കര സഭയുടെ വിദേശബന്ധം പേർഷ്യൻ സഭയുമായിട്ടായിരുന്നു എന്ന് പറയുമ്പോൾ പേർഷ്യൻ സഭ നെസ്തോറിയൻ സഭയായിരുന്നു, മലങ്കരയിലുള്ള പൂർവികർ മുഴുവൻ നെസ്തോറിയന്മാരായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ നെസ്തോറിയന്മാരായിരുന്നെങ്കിൽ ആ നെസ്തോറിയന്മാരല്ലാതെ യാക്കോബായക്കാരാക്കി മാറ്റിയെങ്കിൽ പിന്നീട് യാക്കോബായ സഭയാണ്. ഞാനത് എപ്പോഴും പറയും, ആ വാദം അംഗീകരിച്ചാൽ തന്നെ നിങ്ങളുടെ വാദങ്ങൾ വീണ്ടും അടിസ്ഥാനരഹിതമായി മാറും. കാരണം ഈ മലങ്കരയിൽ ഒരു സഭയില്ലായിരുന്നു, ഒരു ഹെററ്റിക് ചർച്ചായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസ് ബാവ വന്ന് ആ സഭയെ വിശുദ്ധീകരിച്ച് യാക്കോബായ സഭയാക്കി മാറ്റി. അപ്പൊ പിന്നെ 100% ആ സഭ അന്ത്യോക്യൻ പാത്രിക്കീസ് സഭയാണ്, നോ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവിക സഭ വേണമെങ്കിൽ നെസ്തോറിയൻ സഭയെ പുനരുജ്ജീവിപ്പിച്ച് എടുക്കേണ്ടി വരും. അപ്പോൾ മലങ്കര സഭയുമായി നിങ്ങൾക്ക് ബന്ധമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എമ്മോ ജോണച്ചൻ അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് സെൻസ് ഉണ്ട്, സെൻസിബിലിറ്റി ഉണ്ട്, സെൻസിറ്റിവിറ്റി ഉണ്ട്. പിന്നെ മമ്മൂട്ടി പറയുന്ന ബാക്കി എല്ലാ സംഗതികളും ഉള്ള ആളാണ് എമ്മോ ജോണച്ചൻ. മലങ്കര സഭ റോമാ പാപ്പയുടെ ആധിപത്യം അംഗീകരിച്ചു, കൂനംകുരിശ് സത്യം വരെ. മൂന്നാമത്, കൂനംകുരിശ് സത്യത്തോടെയാണ് മലങ്കര സഭയിൽ ഭിന്നത ഉണ്ടാവുകയും ഒരു ഭാഗം പൂർണ്ണമായും റോമൻ കത്തോലിക്ക സഭയുടെ ഭാഗമായി നിൽക്കുകയും എതിർവിഭാഗം അന്ത്യോക്യൻ സുറിയാനി സഭയുമായുള്ള ബന്ധത്തിൽ വരികയും ക്രമേണ അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ അധികാരം മലങ്കര സഭയിൽ വ്യാപിക്കുകയും ചെയ്തു.
നാലാമത് 19-ാം നൂറ്റാണ്ടിൽ നടന്ന മാവേലിക്കര സുന്നോദോസ്, മുളന്തുരുത്തി സുന്നോദോസ്, റോയൽ കോടതി വിധി തുടങ്ങിയവയിലൂടെയും മലങ്കര സഭാപിതാക്കന്മാർ സ്വീകരിച്ച നിലപാടുകളിലൂടെയും എഴുതി കൊടുത്ത ഉടമ്പടികളിലൂടെയും 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം മലങ്കര സഭ പൂർണ്ണമായും അന്ത്യോക്യം പാത്രിക്കീസിന്റെ അധികാരത്തിന് കീഴിൽ വന്നു. അക്കാലത്ത് പാത്രിക്കീസിന്റെ അധികാരത്തെ ചോദ്യം ചെയ്ത നവീകരണക്കാർ, മാർത്തോമക്കാർ സഭയിൽ നിന്ന് പുറത്തായി. കണ്ടല്ലോ, പാത്രിക്കീസിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നവർ സഭയിൽ നിന്ന് പുറത്താണ്. ഇതാണ് എമ്മോ ജോണച്ചൻ പറയുന്നത്. നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? കണ്ടോ, എമ്മോ ജോണച്ചൻ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? പാത്രിക്കീസിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നവർ മലങ്കര സഭയിൽ നിന്ന് പുറത്തു പോകണം. അതാണ് എമ്മോ ജോണച്ചൻ പറയുന്നത്. അതാണ് റോയൽ കോടതി വിധി. കണ്ടോ, എന്തൊരു മഹാനാണ് ഈ എമ്മോ ജോണച്ചൻ. അക്കാലത്ത് പാത്രിക്കീസിന്റെ അധികാരത്തെ ചോദ്യം ചെയ്ത നവീകരണക്കാർ സഭയിൽ നിന്ന് പുറത്തായി. അത് സംബന്ധിച്ച കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായപ്പോൾ പാത്രിക്കീസിനെ അംഗീകരിക്കുന്ന സഭയാണ് യഥാർത്ഥ മലങ്കര സഭയെന്ന് റോയൽ കോടതിയുടെ തീർപ്പുണ്ടായി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഇന്ത്യൻ ഓർത്തഡോക്സുകാർ എന്തിനാണ് അവരുടെ ഭരണഘടനയുടെ 1-ാമത്തെ ക്ലോസിൽ പാത്രിക്കീസിന്റെ പേരെഴുതി വെച്ചിരിക്കുന്നതെന്ന്. ഇതാണ് ഞാൻ രാവിലെയും വൈകിട്ടും നിരന്തരം ഇവരെ ചലഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് എടുത്ത് മാറ്റ്. അപ്പൊ എമ്മോ ജോണച്ചന് ശേഷിയുണ്ട്, ശേമുഷിയുണ്ട്, വിവേചനപരമുണ്ട്, ബുദ്ധിശക്തിയുണ്ട്. നോക്കിക്കേ, എമ്മോ ജോണച്ചൻ പറയാണ്, എടാ പാത്രിക്കീസിനെ അംഗീകരിക്കുന്ന സഭയാണ് യഥാർത്ഥ മലങ്കര സഭ. അതിനാണ് ഈ കള്ളന്മാർ ആ പേരെഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ പാത്രിക്കീസിന്റെ നാമം ഉപയോഗിച്ച് മലങ്കരയിലെ സഹസ്രകോടികളുടെ സ്വത്ത് തട്ടിയെടുക്കുന്ന ഒരു കൊള്ളസംഘം മാത്രമാണ് കഞ്ഞിക്കുഴി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മറവപ്പട. ഭയങ്കരം തന്നെ. ഇതുപോലൊരു കൊള്ള കേട്ടോ, കൊള്ളാന്നല്ല കൊള്ള. മലങ്കര സഭയിൽ പാത്രിക്കീസിന്റെ അധികാരവും മലങ്കര മെത്രാപ്പോലിത്തായുടെ അധികാരാവകാശങ്ങളും അതേസമയം മലങ്കര സഭയിലെ ഒരു വിഭാഗം മുടക്കിനെ അനുകൂലിച്ച് പാത്രിക്കീസിനോടൊപ്പം നിന്നു. കണ്ടോ, തർക്കത്തിനിടെ പാത്രിക്കീസ് വട്ടശ്ശേരി തിരുമേനിയെ മുടക്കി. കണ്ടോ, അതായത് മാർത്തോമക്കാർ പുറത്തു പോയപ്പോൾ അടുത്ത ഊഴം വട്ടശ്ശേരിയുടെ ആയിരുന്നു. വട്ടശ്ശേരിയും അതേ വാദം ഉന്നയിച്ചു വന്നപ്പോൾ പാത്രിക്കീസ് മുടക്കി. ഈ രീതിയിലുള്ള മുടക്ക് മുകളിൽ പറഞ്ഞ മറ്റു ഓർത്തഡോക്സ് സഭകളും എക്യുമെനിക്കൽ പാത്രിക്കീസ് തമ്മിലുണ്ടായപ്പോൾ ആ സഭകൾ ഒറ്റക്കെട്ടായി അതാത് സഭകളോടൊപ്പം നിന്നു. പക്ഷേ മലങ്കരയിൽ അങ്ങനെയല്ല. അതേസമയം മലങ്കര സഭയിൽ ഒരു വിഭാഗം മുടക്കിനെ അനുകൂലിച്ച് പാത്രിക്കീസിനോടൊപ്പം നിന്നു. മറുവിഭാഗം മുടക്കിനെ ചോദ്യം ചെയ്ത് ഇതാണ് വട്ടശ്ശേരി തിരുമേനിയോടൊപ്പം നിന്നു. മലങ്കര സഭ പാത്രിക്കീസിന്റെ അധികാരത്തിൽ നിന്ന് സ്വതന്ത്രമാകണമെന്നുള്ള തീവ്രമായ ആഗ്രഹം അവരിലുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ വട്ടശ്ശേരി തിരുമേനിയോടൊപ്പം നിന്നവരുടെ നേതൃത്വത്തിൽ 1912 കാതോലിക്ക സ്ഥാപനം ഉണ്ടായി. അത് മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വ പ്രഖ്യാപനമായിരുന്നു. എന്നാൽ അതിനെ അംഗീകരിക്കുവാൻ ഔദ്യോഗിക സ്ഥാനത്തിരുന്ന അന്ത്യോക്യ പാത്രിക്കീസോ അദ്ദേഹത്തോടൊപ്പം നിന്ന മലങ്കരയിലെ ഒരു വിഭാഗം ആളുകളോ തയ്യാറായില്ല. അത് സംബന്ധിച്ചുള്ള തർക്കം 1958 സുപ്രീം കോടതി വിധി വരെ നീണ്ടു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അന്ത്യോക്യ പാത്രിക്കീസ് കാതോലിക്കോസിനെ സ്വീകരിച്ചു. അപ്പൊ കോടതി ഒരിക്കലും ഇത് സ്വയം ശീർഷകത്വ സഭയാണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ എവിഡൻസ് കാണിക്കണം. മലങ്കര സഭ ഓട്ടോസിഫാലസ് ആണെന്ന് ഇന്ന് വരെ ഒരു കോടതിയും പറഞ്ഞിട്ടില്ല. അത് മലങ്കര ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ചില ആളുകൾ സ്വപ്നം കാണുമ്പോഴും വെളിക്കിരിക്കുമ്പോഴും മാത്രം അവർക്കുണ്ടാകുന്ന ഒരു തോന്നലാണ്, ഒരു തോന്നൽ മാത്രമാണ്. 1934 മലങ്കര സഭാ ഭരണഘടന അന്ത്യോക്യം പാത്രിക്കീസിന്റെ മലങ്കര സഭയും പൂർണ്ണമായും വിട്ടുകളഞ്ഞില്ല. അവന്റെ ഒരു ഔദാര്യം. എടോ, ഇത് ഔദാര്യമല്ല, നിങ്ങളുടെ തന്ത്രമാണ്. തക്കിയ എന്താണ്? മലങ്കര സഭ പാത്രിക്കീസിന്റേതാണ്. പാത്രിക്കീസിനെ അംഗീകരിക്കാത്തവർ മലങ്കര സഭയിൽ നിന്ന് പുറത്തു പോകണം. അങ്ങനെയാണ് മാർത്തോമക്കാർ പുറത്തു പോയത്. നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, നിങ്ങൾക്കും പുറത്തു പോകാം. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് അകത്ത് നിൽക്കണം, സ്വത്തുക്കൾ കൈയടക്കണം, പള്ളികൾ കൈയടക്കണം, ഇതെല്ലാം നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് പാത്രിക്കീസിന്റെ പേരിനെ നിങ്ങൾ എന്ത് ചെയ്തു? തന്ത്രപൂർവം ഉപയോഗിച്ചു.
ഇന്ന് വരെ അതിനെതിരെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ യാക്കോബായക്കാർക്ക് സാധിച്ചില്ലെന്നുള്ളതാണ് യാക്കോബായക്കാരുടെ പരാജയം. ആദ്യം യാക്കോബായക്കാർ കേസ് കൊടുക്കേണ്ടത് ഞങ്ങളുടെ പരിശുദ്ധ പിതാവിന്റെ പേര് ഇവർ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു ലോ സ്യൂട്ട് കൊടുക്കേണ്ടത്. അതിനിതുവരെ ചെയ്തിട്ടില്ല. 1934 മലങ്കര സഭ ഭരണഘടന അന്ത്യോക്യ പാത്രിക്കീസിനെ മലങ്കര സഭയും പൂർണ്ണമായി വിട്ടുകളഞ്ഞില്ല. അതിന്റെ വെളിച്ചത്തിൽ 1964 ഔഗേം ബാവയെ വാഴിക്കാൻ പാത്രിക്കീസ് തന്നെ മലങ്കരയിലെത്തി കാതോലിക്ക വാഴ്ച നടത്തി. ഇവിടെയും പ്രശ്നമുണ്ട്. മലങ്കരയിലെ കാതോലിക്കയായി കിഴക്കിന്റെ കാതോലിക്കയുടെ പൂർണ്ണ അധികാരാവകാശങ്ങളുള്ള ഒരു കാതോലിക്കയായാണ് മലങ്കര സഭ ആ സ്ഥാനത്തെ വിഭാവനം ചെയ്തതും മനസ്സിലാക്കിയതും. കണ്ടോ? എടാ, നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റാത്തത്? നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആഗ്രഹിക്കുകയാണ് കിഴക്കിന്റെ കാതോലിക്കയെ പോലെ ഒരു കാതോലിക്കായിരിക്കും കിട്ടുന്നത്. എന്നാൽ മലങ്കരയിലെ കാതോലിക്ക സ്ഥാനം പാത്രിർക്കീസിന്റെ കീഴ്സ്ഥാനിയായ ഒരു മഫ്രിയാന സ്ഥാനം മാത്രമായാണ് പാത്രിർക്കീസ് കണക്കാക്കിയിരിക്കുന്നത്. അതാണ് ഇന്നും പാത്രിർക്കീസിന്റെ ധാരണ. ഇതാണ് പ്രശ്നം. പാത്രിർക്കീസിന് തന്റെ കീഴിലുള്ള ഒരു സ്ഥാനിയല്ലേ വാഴിക്കാൻ പറ്റുള്ളൂ. പാത്രിർക്കീസിനേക്കാൾ മുകളിൽ അധികാരമുള്ള ഒരാളെയാണ് പാത്രിർക്കീസ് വാഴിക്കേണ്ടതെന്നുള്ളത് നേരത്തെ അദ്ദേഹത്തോട് പറയണ്ടേ? അപ്പൊ അദ്ദേഹം മാത്രമാണ് മഫ്രിയാനെയാണ് വാഴിക്കുന്നത്. മഫ്രിയാന പാത്രിക്കീസിനോടും സുറിയാനി സഭ സുന്നോദോസിനോടും വിധേയത്വമുള്ള ആളായിരിക്കണം. കാതോലിക്ക സ്വതന്ത്രനും മലങ്കരയിലെ സുന്നോദോസിനോട് വിധേയത്വം പുലർത്തുന്ന ആളുമായിരിക്കണം. ഈ ആശയങ്ങൾ തമ്മിലുള്ള സംഘടന ഇന്നും നിലനിൽക്കുന്നു. മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വം, അതായത് ഓട്ടോസിഫാലസ് ആയ സഭയായി മലങ്കര സഭയെ അംഗീകരിക്കാൻ പാത്രിർക്കീസ് ബാവ ഇപ്പോഴും തയ്യാറല്ല എന്നാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. കോടതി അംഗീകരിച്ചിട്ടുണ്ടോ? ദിസ് ഈസ് ആൻ ഓട്ടോസിഫാലസ് ചർച്ച് എന്ന് സുപ്രീം കോടതി വിധിയിലുണ്ടോ? പാത്രിർക്കീസിനോട് വിധേയപ്പെടാതിരുന്ന ഔഗേം ബാവയെ പാത്രിർക്കീസ് സ്ഥാനഭ്രഷ്ടനാക്കി. പകരം ആ സ്ഥാനത്ത് പാത്രിർക്കീസിനോട് വിധേയത്വം പുലർത്തുന്ന ഒരാളെ ശ്രേഷ്ഠ ബാവ എന്ന പേരിൽ മഫ്രിയാനയായി വാഴിച്ചു. ആകമാനം സുറിയാനി സഭയുടെ സുന്നോദോസ് തീരുമാനപ്രകാരമാണ് അത് ചെയ്യുന്നത്. മലങ്കര സഭയ്ക്ക് അതിലൊരു പങ്കുമില്ല. ശ്രേഷ്ഠ ബാവ കാലം ചെയ്യുമ്പോൾ അടുത്തയാളെ പാത്രിർക്കീസ് തന്നെ വാഴിക്കുന്നു. പാത്രിർക്കീസിന്റെ അനുവാദവും അംഗീകാരവും ഇല്ലാതെ മലങ്കര സഭ 1925 രണ്ടാം കാതോലിക്കയെയും 1929 മൂന്നാം കാതോലിക്കയെയും ഇപ്പൊ 1912 കാതോലിക്ക വെള്ളടി വെട്ടി പാമ്പാക്കുട വെച്ച് ചരമമടഞ്ഞതിന് ശേഷം 13 കൊല്ലം കാത്തിരുന്നു. വേറൊരാളും ആ സിംഹാസനത്തിൽ ഒന്നും കയറാൻ തയ്യാറായില്ല. അങ്ങനെ 25 അടുത്ത ആളെ ചതിച്ച് കാതോലിക്കാക്കി. 29 മൂന്നാം കാതോലിക്കയും 75 അഞ്ചാം കാതോലിക്കയും 91 ആറാം കാതോലിക്കയും വാഴിച്ചു പോലെ തുടർന്ന് വാഴിക്കുന്നു. പൂർണ്ണ സ്വയം ശീർഷകത്വമുള്ള സഭ എന്ന നിലയിൽ മലങ്കര സഭ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകുന്നു. കോട്ടയത്ത് തങ്കു അങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്ത് മുന്നോട്ട് പോകുന്നു. എന്നാൽ മലങ്കര സഭയിൽ ഒരു ഭാഗം പാത്രിർക്കീസിനോടുള്ള വിധേയത്വത്തിൽ നിലനിൽക്കുന്നു. അവർ അങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം പാത്രിർക്കീസ് അവർക്ക് നേതൃത്വം നൽകുകയും അവർക്ക് വേണ്ടതെല്ലാം നിറവേറ്റി കൊടുക്കുകയും ചെയ്യും എന്ന നിലപാടാണ് പാത്രിർക്കീസ് സ്വീകരിച്ചിരിക്കുന്നത്. യെസ്, മലങ്കര സഭ സ്വയം ശീർഷകത്വമുള്ള സഭയാണ്. അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ പോരല്ലോ. ഓട്ടോസിഫാലസ് എന്ന് പറഞ്ഞ് പലർക്കും സിഫിലസ് പിടിച്ചല്ലാതെ വേറെ വിശേഷമൊന്നുമില്ല. 1958 മുതലുള്ള പല കോടതി വിധികളും അതിനനുകൂലമാണ്. എന്നാൽ അതുപോലെ അംഗീകരിക്കുവാൻ അന്ത്യോക്യ പാത്രിർക്കീസ് ബാവയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന മലങ്കര സഭയിലെ യാക്കോബായ വിഭാഗവും തയ്യാറല്ല. മുകളിൽ പരാമർശിച്ചിട്ടുള്ള ഓട്ടോസിഫാലസ് സഭകളെല്ലാം പരിപൂർണ സ്വതന്ത്ര സഭകളാണ്. അവയുടെ ഭരണഘടനയിലെ നടപടികളൊന്നും എക്യുമെനിക് പാത്രിർക്കീസിന് പ്രത്യേകിച്ച് സ്ഥാനമാന അധികാരങ്ങളൊന്നും നൽകുന്നില്ല. എന്നാൽ മലങ്കരയുടെ സ്ഥിതി അതല്ല എന്നതാണ് മറ്റൊരു വസ്തുത. ആ വസ്തുത എന്താണെന്ന് പറ. ഓട്ടോസിഫാലസ് ചർച്ചകളെ പറ്റി ഞങ്ങൾക്കറിയാം. സ്വയം ശീർഷകത്വമാണ് എന്ന് പറഞ്ഞാൽ സ്വയം ആണ് ശീർഷകത്വം. അതിനകത്ത് പിന്നെ വേറൊരുത്തന്റെ പിതാവിന്റെ പേര് ഭരണഘടനയുടെ 1-ാം ക്ലോസിൽ എഴുതി വെക്കുന്ന ഗതികേട് ഒന്നുമില്ല. ഇതാണ് ഈ വസ്തുത. പരസ്പര ബഹുമാനത്തോടെയുള്ള ചർച്ചകൾ നടത്താതെയും വിട്ടുവീഴ്ചകൾ ചെയ്യാതെയും പരസ്പരം പോരടിച്ച് ഭിന്നിച്ചു പോകുന്ന ഒരു സമൂഹമായി ഈ പുരാതന സഭ മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. അപ്പൊ 2 വസ്തുതയുണ്ട്. ഒന്ന് സങ്കടകരമായ ഒരു വസ്തുത, മറ്റേത് മലങ്കരയിലെ സ്ഥിതി അതല്ല എന്ന മറ്റൊരു വസ്തുത. മലങ്കരയിലെ സ്ഥിതി പിന്നെ എന്താണ്? മലങ്കരയിലെ സ്ഥിതി അതല്ല എന്ന മറ്റൊരു വസ്തുത. പൂർണ്ണ സ്വയം ശീർഷകത്വ ഉള്ള സഭ എന്ന നിലയിൽ മലങ്കര സഭ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകുന്നു. എന്നാൽ മലങ്കര സഭയിൽ ഒരു ഭാഗം പാത്രിർക്കീസിനോടുള്ള വിധേയത്വത്തിൽ നിലനിൽക്കുന്നു. അപ്പം മലങ്കര സഭയുടെ ഈ വസ്തുത എന്ന് ഈ അച്ഛൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. മലങ്കര സഭ ഓട്ടോസിഫാലസ് അല്ല. അതാണ് ഇതിന്റെ വസ്തുത. മനസ്സിലായി? അത് അച്ഛൻ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മറ്റ് സഭകളൊക്കെ ഓട്ടോസിഫാലസ് ആണ്, അവർക്ക് എക്യുമെനിക് പാത്രിർക്കീസുമായിട്ട് ബന്ധമില്ല. പക്ഷെ നമ്മള് ഇതുണ്ട്, ഇവിടെ അങ്ങനെയല്ല. ഇതിന്റെ വസ്തുത ഇതൊരു പ്രത്യേക തരത്തിൽപ്പെട്ട ഓട്ടോസിഫാലസ് ആണ് എന്നാണ് എം ഒ ജോണച്ചൻ പറയാതെ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എം ഒ ജോണച്ചൻ ഈ കത്തിലൂടെ
ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവരെ മുഴുവൻ അടപടലെ ട്രോളി വിട്ടിരിക്കുകയാണ്. അപ്പം 2025 ബെസ്റ്റ് ട്രോളൻ അവാർഡ് എം ഒ ജോണച്ചന് പോകുമ്പോൾ ഞാൻ ഈ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ